നീ വീശരുതിപ്പോൾ. ഓ പൊടിക്കാറ്റ് പൊടിക്കാറ്റ്. യോ ബോം 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 ബോം. ഓ ഓ ആ മലയുടെ താഴ്വരയിൽ ഒരു നീരുറവാ. ആ നീരുറയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നു വരുന്നു. ഞാനിങ്ങനെ എന്റെ കൈക്കുമ്പിളിൽ കോരി കോരി കുടിച്ചു. സന്തോഷമായി, ആശ്വാസമായി. കുറെ പ്രാവശ്യം ഒമാന് പോകാനുള്ള അവസരങ്ങൾ ഒത്തുവന്നിട്ടാകുമ്പോൾ ഞാൻ വിചാരിക്കും അവിടെ എന്താ കാണാനുള്ളത് സലാലല്ലാത്ത. പക്ഷെ ഇത് കാണുന്നില്ല, എന്ത് ലാൻഡ്സ്കേപ്പാണ് അല്ലേ. സലാല വർഷത്തിൽ 2 മാസം മാത്രമാണ് ശരിക്കുള്ള സീസൺ. അതല്ലാതെ മസ്കത്ത് എന്ന് പറഞ്ഞാൽ ഏത് മാസം വന്നാലും നിങ്ങൾക്ക് ഈ ഒരു വ്യൂ. ഭീമ സിങ്കോളിനെങ്ങാണ്ടി ഇരട്ടി തിരക്കാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ ഡബിൾ തിരക്കാണ് ഇവിടെ. വാദി ഷാബ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആണെന്ന് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്തോ തിരക്ക്, നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് ബോട്ടിലാണ് പോകേണ്ടത്. ബോട്ടിൽ പോകണം. ഇത് നല്ല തിരക്കുന്നുണ്ട്. വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് 2 പേർക്ക് ഒരു ബോട്ടിൽ, 2 പേർക്ക് ഒറ്റ ബോട്ടിൽ കയറാം. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പുറം നിന്ന് എടുക്കാനേ. ഇവിടുത്തെ തിരക്ക് കാരണം ഞങ്ങളെ കണക്കൂട്ടലെല്ലാം തെറ്റി. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അവസാനം എന്താ എത്തിപ്പെട്ടു. നമ്മളെ ഈ ബോട്ടിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ എന്തായിട്ട് ബോട്ട് 5:45 വരെ ഉള്ളു. ഇപ്പം 4:30 മണിയായി. ഇതേവാ ബോട്ട് ഇല്ലെങ്കിൽ ഇതിങ്ങനെ പോകേണ്ടി വരും. അതാ ഈ രീതിയിൽ ഭയങ്കര റിസ്ക്കാണ്. അവിടെ നല്ല വെള്ളമുണ്ട് അപ്പുറം. സമാധ നാട്ടിലത്തെ ഫീലല്ലേ. ആ സമയത്തിന് കുറവുണ്ട്. 5:45 ലാസ്റ്റ് ബോട്ടാണ് ഉള്ളത്. ആ എന്ത് വലിയ ക്യൂ ആണ് ഇപ്പൊ പോകാനല്ലേ. ഇത് വാദി ഷാബിന്റെ മെയിൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 1/2 മണിക്കൂർ കൂടിയുണ്ട്. ഞങ്ങൾക്ക് സമയമില്ല. ഇവിടെ എത്തി. പക്ഷെ നല്ല കിടിയൻ ലൊക്കേഷനാണ്, കിടിയൻ സ്പോട്ടാണ്. ഇവിടെ ഫോട്ടോജനിക്കായിട്ടുള്ള പല ഏരിയാസ് ഉണ്ട്. ഈ മലയിടുക്കിലൂടെ നീങ്ങുമ്പോൾ ഉണ്ടല്ലേ, ഞാൻ എന്തുകൊണ്ട് ഇതുവരെ ഇവിടെ വന്നില്ല, ഒമാൻ എന്തുകൊണ്ട് ഞാൻ മിസ് ചെയ്തു, മസ്കത്ത് എന്തുകൊണ്ട് മിസ് ചെയ്തു എന്നുള്ളൊരു വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. പ്രധാനമായിട്ടും 3 ആക്ടിവിറ്റീസാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ബോട്ടിങ്, അത് ഞങ്ങൾ കഴിഞ്ഞ് വന്നു. രണ്ടാമത്തത് ഹൈക്കിംഗ് ആണ്. നമ്മൾ കുറച്ച് നടക്കണം. ഏകദേശം ബോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഏകദേശം 45 മിനിറ്റ്സ് 45 മിനിറ്റിൻ്റെ യാത്രയുണ്ട്. അവസാനമായിട്ടുള്ള കേവ് ഉണ്ട്. അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. കേവിനകത്ത് ഒരു വാട്ടർഫോളും കൂടിയുണ്ട്. അതൊരു വല്ലാത്ത അത്ഭുതമാണ്. ബോട്ടിങ്, ഹൈക്കിങ് അതോടുകൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റീസാണ് ഇവിടെ സ്വിമ്മിങ്. ഈ ബ്ലൂ വാട്ടർ, ഈ നീല നിറത്തിലുള്ള വെള്ളം കാണുമ്പോൾ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഇവിടെ ഉള്ളത്. അത് കാണുമ്പോൾ ഒരു നീന്താൻ അറിയുന്ന ആൾ എങ്ങനെയായിട്ട് ചാടും. ഈ വെള്ളമൊക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. അതൊന്ന് ചാടാൻ തന്നെ തോന്നുന്നുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ വെള്ളത്തിൻ്റെ നിറമാണ്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടറാണ്. പിന്നെ ക്യാനിയൻ, ഈ മലയിടുക്കുണ്ടല്ലേ, അതൊരു വല്ലാത്ത. കാരണം നമ്മളവിടെ ഭീമ സിങ്കോളിൽ പോയപ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷെ ഇവിടെ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ ക്ലൈമറ്റ്, പ്രകൃതിയോട് ചേർന്നിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇവിടുത്തെ ഈ ഒരു ലൊക്കേഷൻ. പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം 45 മിനിറ്റ്സ് 1 വേ ആണ് നടത്തമുള്ളത്. അപ്പോൾ തിരിച്ചു വരാൻ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ നടത്തതിന് വേണ്ടി മാത്രം ചെലവഴിക്കണം. അല്ലാണ്ട് തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. പിന്നെ സ്വിമ്മിങ് ഒക്കെ ഉണ്ടെങ്കിൽ സ്വിമ്മിങ്,
അപ്പോൾ ഇത് ഒരു 2-3 സ്ഥലങ്ങളിൽ സ്വിമ്മിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അവസാനമായിട്ടുള്ള കേവിൽ വാട്ടർഫോൾ ഉണ്ട് അവിടെ. പിന്നെ ആ വെള്ളത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരും. പക്ഷെ നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം നീന്താൻ അറിയാത്തവർ ഇവിടെ ലൈഫ് ജാക്കറ്റ് ഇവിടെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോട്ട് കയറുന്ന സ്ഥലമുണ്ടല്ലേ, ബോട്ട് കയറുന്ന സ്ഥലത്ത് റെൻറ്റിന് ജാക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ അത് കരുതുക. ഇവിടെ വരുമ്പോൾ നിർബന്ധമായിട്ട് അത് നീന്താൻ അറിയാത്ത ആൾക്കാർ നിർബന്ധമായിട്ട് കരുതേണ്ട സാധനമാണ് ലൈഫ് ജാക്കറ്റ്. നിങ്ങളൊന്നാ സ്വന്തമായിട്ട് കരുതുക. അതല്ലെങ്കിൽ ഇവിടുന്ന് വാടക കിട്ടും. വാടക കിട്ടുമെന്ന് പറഞ്ഞാൽ സമയം ലേറ്റായാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം അവർ 5 മണിയാണ് ലാസ്റ്റ് ടൈം അവർ. അപ്പോൾ അതിന് മുമ്പ് രാവിലെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് വെക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും റെൻറ്റ് ചോദിച്ചില്ല, കാരണം ഞങ്ങൾ വൈകിട്ട് വന്നതുകൊണ്ട് അവിടെ ചോദിക്കാനൊന്നും സമയം കിട്ടിയില്ല അവിടെ. അപ്പോൾ ഇൻ ഷോർട്ട്, നിങ്ങൾ വാദിശാബിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1 ഡേ ടൂർ നിങ്ങൾക്ക് UAE തന്നെ വരാൻ പറ്റും. UAE തന്നെ നിങ്ങൾ ദുബായ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ പ്രദേശം ഷാർജ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് വന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ദിവസം അതിരാവിലെ ഇറങ്ങിയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഒരു 3-4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്ന, അത് അത്രയേ ഉള്ളൂ ദൂരം. നിങ്ങൾക്ക് നാടിനെയും പ്രകൃതിയെയും മിസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങളിതാ വിട്ടോളി വാദിശാബിൻ്റെ ഈ ഒരു പ്രദേശത്തിൽ. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു നേച്ചർ തന്നിട്ടുള്ള ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. അധിക ദിവസം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ മുത്ര സൂക്കിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മുത്ര സൂക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓൾഡ് സൂക്കാണത്. ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ അറിയപ്പെടുന്ന ഒരു സ്പോട്ടും കൂടിയാണ് മുത്ര സൂക്ക്. ഈ മുത്ര സൂക്ക് എത്താറായതാ. ഈ ഫ്രണ്ടിൽ കാണുന്ന ഷിപ്പൊക്കെ കാണുമ്പോണ്ടല്ലേ എനിക്ക് ഗോവ ആണ് ഓർമ്മ വന്നത്. ഗോവയിലെ കസിനോകളിലുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഇതുപോലെ ആയിരുന്നു സിമിലറായിട്ട്. ഇവിടെ അടുത്താണ് മുത്ര സൂക്കുള്ളത്. പക്ഷെ പാർക്കിംഗ് ഒരു രക്ഷയില്ല. ഒരു പാർക്കിംഗ് സ്ലോട്ട് പോലും കാര്യമില്ല. പെരുന്നാളായതുകൊണ്ട് ഭയങ്കരമായിട്ട് തിരക്കാണ്. അതവിടെ നേരെ കാണുന്നത് അതിന് കണ്ടില്ല എന്ന് പറയണ്ട. ഒമാനിന്റെ മെയിൻ റവി 6 കിലോമീറ്റർ ഇടാ. റവിയിലായിരുന്നുള്ളത്. ഇതാ മുത്ര സൂക്കിൻ്റെ എൻട്രൻസ്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് മുത്ര കോർണിഷ് ഉള്ളത്. രാത്രിക്ക് നല്ല വൈബുള്ള സ്ഥലമാണ് മുത്ര കോർണിഷ്. അപ്പോൾ ഇതാണ് മുത്ര സൂക്കിൻ്റെ എൻട്രൻസ്. മുത്ര സൂക്ക് എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ ഒരു പഴയ ഓൾഡ് സൂക്കാണ്. നിങ്ങൾ ദുബായിലെ മീന ബസാർ വന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഇവിടേക്ക് കിട്ടുന്നത്. കുറേ ഷോപ്പുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഡ്രസ്സ് ഉണ്ട്, സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും, ബാഗ്സ്, സ്പൈസസ്, പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒമാനി അൽവ, അതുപോലുള്ള കുറേ വസ്തുക്കൾ നമുക്ക് മേടിക്കാൻ പറ്റാവുന്ന കുറേ പല വസ്തുക്കളും ഇവിടെ ഉണ്ട്. സ്പൈസസ്, ജ്വല്ലറീസ് എല്ലാം ഉണ്ട് ഇവിടെ. മുത്ര സൂക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ നോക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് എല്ലാം ക്ലോസ് ആണ്. മിക്ക റെസ്റ്റോറൻറ്റ് ക്ലോസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ റുവിയിലേക്ക് വിട്ടു. റുവിയിലേക്ക് മൂസാഖാൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ബോർഡ് ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ മലയാളി ഒരു റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ഫുഡ്, നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് മസ്കത്ത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ സമയം കുറേ ആയി, ഏകദേശം 11 മണിയായി. ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ട്, സംഗ്രില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഫോട്ടോഷോട്ടിന് വേണ്ടിയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകും സുൽത്താൻ കാബൂസ് മോസ്ക്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവിടെ പബ്ലിക്കിന് അലൗഡ് ഇല്ല, ഓപ്പൺ ഇല്ല. പിന്നെ ജസ്റ്റ് ജുമാ നിസ്കാരം അവിടെ നിസ്കരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട പോലെ ആയി നമ്മൾ പള്ളി. അപ്പോൾ ഇത്ര ദൂരം വന്നിട്ട് നമ്മൾ സുൽത്താൻ കാബൂസ് പള്ളി ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അബുദാബി പള്ളി കണ്ടവർക്ക് അതിനാണ് ചെറുതാണ്, എന്നാലും നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ലാൻഡ് മാർക്കല്ലേ സുൽത്താൻ കാബൂസ് മോസ്ക്. അപ്പോൾ അവിടെ പോയി വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വില്ലേജിൽ പോകും. അത് നേരെ ഇന്ന് രാത്രിയാകുമ്പോൾ നാട്ടിൽ തിരിച്ച് ദുബായിലെത്തും. മസ്കത്തിന് അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലമാണ് സംഗ്രില്ല ബാർ അൽ ജിസാർ ഒരു റിസോർട്ടാണ്. ആക്ച്വലി അതിനകത്ത് കയറ്റി വിടില്ല. ബാക്കിൽ കാണുന്ന സീനില്ലേ, ഇതാണ് ദ്വീപ്.
മക്കളെ നല്ല ഫോട്ടോഗ്രാഫിക്കുള്ള വ്യൂ ആണ്. ഇവിടെ 1-2 സ്പോട്ടുകളുണ്ട് നല്ല വ്യൂ ഉള്ള. അപ്പോൾ 2 ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളതിൻ്റെ എൻട്രൻസ് വരെ പോയി. അവിടെ പിന്നെ കടത്തി വിടുന്നില്ല, കാരണം ഗസ്റ്റിന് മാത്രമാണ് അലൗഡ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് വ്യൂ ഉള്ളത്. അവിടെ റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ബീച്ചാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇത് റിസോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ. അപ്പോൾ റിസോർട്ടിൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും. അപ്പോൾ റിസോർട്ടിൽ ബുക്കിംഗ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്നതാണ് സമ്മത് ഒരു ടീമൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റാണിത്. റൈറ്റ് എടുക്കണം സക്കീർ ഷാ കണ്ടില്ല. ഇതാണ് ലൊക്കേഷൻ. ഇതാണ് നമ്മൾ തേടുന്ന ആ ഇടം. അതായത് ഇവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മള് സംഗ്രീല മറ്റേ ബാറിൽ ജിസ്സ റിസോർട്ടിൽ നിന്ന് റിട്ടേൺ വരുന്ന വഴിക്കുള്ള, കാരണം പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എടുത്തത്. ഫുള്ള് ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു വ്യൂ പോയിന്റിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട് ഇവിടെ അല്ലേ. ഇങ്ങനെ 360 ആണ് കാണുന്നത്. ഈ ഒരു വ്യൂ പോയിന്റ് കണ്ട ശേഷം ഞങ്ങൾ നേരെ പോവുക സുൽത്താൻ കാബൂസ് പള്ളിയിലേക്കാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ പോവുക ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നേരെ വക്കാൻ വില്ലേജിലേക്ക്. ഏറ്റവും ഉയരം കൂടിയ പർവ്വത മുകളിൽ എങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നത് പറഞ്ഞിട്ട് നമുക്ക് നോക്കാനുണ്ട് വക്കാൻ വില്ലേജിൽ. അതി ഉഗ്രൻ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ, സൈനിങ് ഔട്ട്.